ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ ആണ്. അപ്പോൾ തീപ്പെട്ടി മേടിക്കാനെ കൊണ്ട് ഞാൻ കടയിൽ പോയതായിരുന്നു. അപ്പോൾ തീപ്പെട്ടി വാങ്ങിച്ചിട്ട് ഒരു ലൈസും വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് നടന്നു പോരുന്നത്. ഗ്യാസ് തീർന്നു പോയതുകൊണ്ടും തീപ്പെട്ടി വീട്ടിലില്ല, അതുകൊണ്ട് പിന്നെ കടയിൽ പോകേണ്ട ഗതി വന്നു. ഇല്ലെങ്കിൽ ഗ്യാസിനകത്ത് നമ്മൾ കത്തിച്ച് അടുപ്പിലോട്ട് അങ്ങ് തീ പറ്റിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇന്നലെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം വെള്ളമായി. അതിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കടയിലോട്ട് പോയപ്പോൾ ഇവൻ എൻ്റെ പുറകിന് വന്നു. ഞാൻ വഴക്ക് പറഞ്ഞ് നിർത്തിയാൻ അവിടെ കയറിയിച്ച് അവിടെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ വീട്ടിലോട്ട് പോലും കയറിയില്ല, അവിടെ തന്നെ നിന്നു. വൈകിട്ട് 5-5:30 ആയപ്പോഴത്തേനും മൂത്ത മോനും മരുമോളും കുഞ്ഞും വന്നു. അപ്പോൾ മരുമോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ മോൾക്ക് നൈറ്റാണ്, അന്നേരം ചേട്ടൻ കുറച്ച് താമസിച്ചേ വരുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ടേക്ക് പോന്നു. അല്ലെങ്കിലും തന്നെ അവർ മിക്കപ്പോഴും വൈകുന്നേരം ഇവിടാണ്. ഇവിടുന്ന് പിന്നെ വന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു 8 മണി 8:30 ആയി കഴിയുമ്പോഴേ പോകത്തുള്ളൂ. അപ്പോൾ മോൻ അങ്ങോട്ട് കടയിലോട്ട് പോയി കുഞ്ഞിനെന്തോ വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പോൾ ചേട്ടന് 6:30 ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അവൽബന്ന് വാങ്ങിച്ചിട്ട് വന്നാൽ ആങ്ങളെയും പെങ്ങളും അതിനകത്ത് മധുരമുള്ളത് മുറിച്ച് എടുക്കാൻ വേണ്ടിയുള്ള വഴക്ക് നടക്കുക രണ്ടെണ്ണം കൂടെ. അപ്പോൾ 8-9 മണിയൊക്കെ ആയപ്പോഴത്തേനും മോനും മോളും കുഞ്ഞും പോകാൻ കൊണ്ടിറങ്ങി. അപ്പോൾ അവരങ്ങോട്ട് പോവാണ്. മോളെ 7:30 മോൾക്ക് ജോലിക്ക് കയറണം. അപ്പോൾ മോളെ നേരത്തെ കൊണ്ടുവിട്ട് അങ്ങനെ അവർ പോകാനൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? പിന്നെ എന്താണ്, പിന്നെ കുറച്ച് നേരം ഞാനും ചേട്ടനും അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ചോറിന് കറിയൊന്നും വെച്ചില്ല. ഇന്നലെ എനിക്കും ജോലി ഉണ്ടായിരുന്നുകൊണ്ട് വൈകുന്നേരം വന്ന് എനിക്ക് മടിയായിപ്പോയി, ദേഹത്തൊക്കെ ഒരു വേദന പോലെ. അപ്പോൾ ചേട്ടനാണ് കുറച്ച് ചിക്കൻ ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ചിക്കൻ കറി വെച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ കറികളൊന്നും ഇല്ലായിരുന്നു. മോള് ജോലിക്ക് കൊണ്ടുപോകാനെ കൊണ്ട് തോരനുണ്ടാക്കിയത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി തോരനുമാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ തോരൻ കൂട്ടി ഞങ്ങൾ കഴിച്ചു. ബാക്കി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.